ഗൾഫിലെ വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇന്നത്തെ മുഴുവൻ സർവീസുകളും റദ്ദാക്കി. കൊച്ചിയിൽ ഉച്ചവരെയുള്ള 16 വിമാനങ്ങളുടെയും സർവീസ് മാറ്റി. വിശദാംശങ്ങളുമായി സൈഫുന്നിസ അലിയാർ ചേരുന്നുണ്ട്. സൈഫുന്നിസ, എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വിവരം? ഹർഷൻ, വ്യോമഗതാഗതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ വരുമ്പോഴുള്ള കാഴ്ച. കാരണം ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ ഉള്ള ആളുകൾ പോലും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അതായത് ഇന്നലെ ഉച്ച മുതൽ വന്ന് പല സമയങ്ങളിലായി ഫ്ലൈറ്റുകളിൽ പോകേണ്ടിയിരുന്നവർ അതിന് പോകാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നവരാണ്. പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്ന് എപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് എന്നുള്ള കാര്യങ്ങളടക്കം കൃത്യമായ ഒരു തീരുമാനമോ ധാരണയോ വരാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടെ തുടരുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു അറിയിപ്പ് ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. കാരണം നേരത്തെ ഒരു ലിസ്റ്റ് വന്നിരുന്നു. ആ ലിസ്റ്റിൽ ഒരുപാട് പേർ ഇല്ലാത്തതുണ്ട്. വീണ്ടും പുതിയ ലിസ്റ്റിലേക്ക് ഇവർ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകാനുള്ളത് ചേച്ചി? ഞങ്ങൾ മോള് പോകാനുള്ള മോളങ്ങ് പോയി സൗദിക്ക് പോകാൻ ആണല്ലേ? അങ്ങോട്ടേക്ക് പോകാൻ പ്രശ്നം ഉണ്ടായില്ല? ഇല്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 11:30 ചെയ്തിട്ടുള്ളൂ അല്ലേ? അതൊക്കെ ചെയ്തു. 11:30 അപ്പൊ ഇനിയിപ്പോ പ്രശ്നം ഉണ്ടാവുന്നത് കാത്തു നിൽക്കുന്നതാണോ? പ്രശ്നം ഉണ്ടാകുന്നത് അറിയിക്കുന്ന. അതായത് ഇപ്പോൾ ഒരു സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് പോകാൻ പോവുകയാണ്. 11:30 അതിനെ അവർ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇനി ക്യാൻസൽ ആകുമോ എന്നുള്ളത്. അതുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് കയറിയെങ്കിൽ പോലും ബന്ധുക്കൾ കാത്തു നിൽക്കുകയാണ്. കാരണം ഇനി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ തിരിച്ച് അവരെ കൊണ്ട് പോകാനുള്ള ഒരു ശ്രമം കൂടെയാണ്. ചേച്ചി, എവിടേക്കാണ് പോകാനുള്ളത്? എപ്പോൾ വന്നതാ? ഞാൻ ഇന്നലെ പോയിട്ട് തിരിച്ചു വന്നിട്ട്, ഇന്നലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് രാവിലെ വന്നതാണ്. എന്താ ഇപ്പോൾ പറയുന്നവർ? അവർ കൺഫേം ആക്കി തരാമെന്നാണ് പറയുന്നത്. അല്ല, 9:15 പിന്നെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച ഫ്ലൈറ്റുള്ളത്. അതിപ്പോൾ ഡിലേ ആണ് കാണിക്കുന്നത് ഇപ്പോഴും. പക്ഷേ അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മസ്കറ്റിൽ നിന്നാണ് കൺഫർമേഷൻ വരേണ്ടത്, അതാണ് അവർ പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ലെന്നാ പറയുന്നത്? വന്നിട്ടില്ലെന്നാണ്. ഇവിടുന്ന് ആരെങ്കിലും ഓഫീഷ്യൽസ് ബന്ധപ്പെട്ടിട്ടുണ്ടോ? നോർക്കയിൽ നിന്നോ മറ്റോ? ഇല്ല 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 ഒന്നും ഒരു അറിയിപ്പ് ലഭിച്ചില്ല. ഇല്ല ഇല്ല. അത് അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൂടാതെ തന്നെ ഈ പരിസരങ്ങളിലൊക്കെയുള്ള ഹോട്ടലുകൾക്ക് തന്നെ നമുക്കറിയാം വലിയ റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 10,000 രൂപയെങ്കിലും വേണം ഒരു റൂം എടുത്ത് ഒരു ദിവസം തങ്ങണമെങ്കിൽ പോലും. അതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയാത്തവരുണ്ട്. കുറേ പേര് ഇവിടെ 0484 ലോഞ്ചിൽ തങ്ങിയവരുണ്ട്. ഈ സാറൊക്കെ ഇന്നലെ മുതൽ വന്നതാ അല്ലേ? ഇന്നലെ മുതൽ വന്നതാണല്ലേ? ഒന്ന് നേരത്തെ എന്നോട് ചോദിച്ചായിരുന്നു. അതെ അതെ. അപ്പോൾ എപ്പോഴാണ് ഇനിയിപ്പോൾ ഇവരെന്താ പറയുന്നത്? ഇവരെ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ് 6:30 ആവുന്നുണ്ടേ ഇവിടെ വരിക, 9 മണിയാവുന്നുണ്ടേ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ 4 പേരുടെ ശരിയായി, ഒരാളുടെ ലിസ്റ്റിൽ ഇതുവരെ വന്നില്ല. ഇന്നലെ കയറിപ്പോയതാണ് ആള്. കയറിപ്പോയതിന് ശേഷം തിരിച്ച് ആ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചിറങ്ങി. ഇന്ന് വരുമ്പോൾ അവർക്ക് ലിസ്റ്റ് വരാൻ താമസം, ഇന്നലെ വെയിറ്റ് ചെയ്യുന്നു. ആ ഒരാളുടെ പേര് മാത്രം കയറുന്നില്ല. ഒന്നല്ല, ഇവിടെ 5-10 പേര് ഇരിപ്പുണ്ട്. അതും സീനിയർ ഇതാണ്. കുട്ടികളൊക്കെ ആയിട്ടുള്ള വന്നവരും ഒക്കെ ഉണ്ട് അല്ലേ? കുഞ്ഞു മകനൊക്കെ ആയിട്ടാണല്ലേ വന്നിരിക്കുന്നത് ഇന്നലെ മുതൽ? ചെറിയ കുട്ടിയൊക്കെയാണല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് അന്നേ വാവയുടെ കൂടെ വന്നേ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന ഇച്ചിരി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫാനോ AC, ഐ മീൻ ഒരു വെയിറ്റിംഗ് ഏരിയ എങ്കിലും തന്നിരുന്നെങ്കിൽ ഇത്ര അൺകംഫർട്ടബിൾ ആവില്ലായിരുന്നു. അപ്പോൾ ഈ മറ്റതൊക്കെ ഒരു കലാമിറ്റിയുടെ ഭാഗമായിട്ടെന്ന് പറയാം. പിന്നെ ഇവർ എയർപോർട്ട് സ്റ്റാഫിന് നമ്മുടെ ഫ്ലൈറ്റ് ഇത്രയും ഡിലേ ആവുമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കൺഫേം ചെയ്താൽ മതി, കം അറ്റ് ദിസ് ടൈം. അതിനനുസരിച്ച് ഞങ്ങൾ വന്നേനെ. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടുന്ന് വീട്ടിൽ എത്തിയപ്പോൾ അടുത്ത് നമ്മൾ താമസിക്കെടുത്ത് 10:30, 11 o'clock ആയി. മോർണിംഗ് 5 o'clock ആയപ്പോൾ തിരിച്ചിവിടെ വന്നു. 1 hour എടുക്കും ഇവിടെ എത്താൻ. അപ്പോൾ തൊട്ട് ഇവിടെ വരെ വെയിറ്റിംഗ് ആണ്. We are in transit like this, no? So you have to, either Oman Air or the airport authority has to make it easier for the people who are in between. അല്ലേ? അതൊരു പ്രശ്നം തന്നെയാണ്. അതാണ് ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നാൽ 12 മണിക്ക് വന്നാൽ മതി, അല്ലേ 1 മണിക്ക് വന്നാൽ മതി, അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പറഞ്ഞുകൂടെ? ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പപ്പയുടെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെ വന്നേക്കുന്നത്. പിന്നെ എനിക്ക് ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങളുടെ പലരുടെ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് അൺഎക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വെയിറ്റാണ്. ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇന്നലെ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്നവരാണല്ലോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് ഇരുത്താം എന്നൊരു അതൊക്കെ അവരുടെ ടെക്നിക്കാലിറ്റി. നമുക്ക് അതിനകത്ത് കയറി ഇടപെട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ ബുദ്ധിമുട്ടിന് അവർക്ക് ഏതെങ്കിലും ഒമാൻ എയർ അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ട് എന്തെങ്കിലും ചെയ്ത് തരേണ്ടതായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതിനാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വാട്ട് എവർ. പക്ഷേ ഞങ്ങൾ നിങ്ങളെ കാണുന്ന ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ, ഫാനില്ല ഇവിടെ. ഞാൻ അവിടെ പോയി പലതവണ ചോദിച്ചു. ഞങ്ങൾ രാവിലെ 5 മണിക്ക് വന്നാലോ ഇവിടെ 4 മണിക്ക് അത് ഭക്ഷണം ഇവിടെ കാഫേ ഒക്കെ ഉണ്ടല്ലോ. that's not reasonable to ask. പക്ഷേ കംഫർട്ടബിൾ വെയിറ്റിംഗ് ഏരിയ ഇസ് സംതിങ് റീസണബിൾ ടു ആസ്ക്. വാഷ്റൂമിൽ പോകണമെങ്കിൽ അങ്ങേ അറ്റത്തെ മൂലയ്ക്ക് പോകണം.
ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്നെങ്കിൽ അമ്മാനേർ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ട് പറയാം. ഇവരൊക്കെ വളരെ ജെൻറ്റിലാണ്. ഇത്രയും നേരമായിട്ട് അവർ പതുക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് ഇവരൊക്കെ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ വിസിറ്റേഴ്സ് വന്നിരിക്കുന്നവരുണ്ടല്ലോ, യാത്രയാക്കാൻ വന്ന ആളുകൾ വിസിറ്റേഴ്സ് വന്നിരിക്കുന്ന ആ ഏരിയയിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും തുടരുന്നത്. ഇവർ പറയുന്നത് ഇവിടെ ഫാനില്ല, AC ഇല്ല, ചൂടാണ്. ഈ ചൂടത്താണ് ഇവർ ഇത്രയും നേരമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറ്റിയെങ്കിലും ഇരുത്തുക, അതല്ലെങ്കിൽ എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യമായ സമയം പറയുകയാണെങ്കിൽ അതനുസരിച്ച് വന്നാൽ മതിയല്ലോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ മസ്കത്ത് വഴിയുള്ള ഫ്ലൈറ്റ് പോകുമെന്നാണ് പറയുന്നത്. അത് പോകാനായിട്ടാണ് ഇവർ കാത്തു നിൽക്കുന്നത്. അതിനുള്ള ചെക്കിൻ നടപടികൾ മുന്നോട്ട് പോകാനാണ് കാത്തു നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലും സമാനമായ പ്രശ്നമാണുള്ളത്. ഇന്ന് മാത്രം റദ്ദാക്കിയത് 26 വിമാനങ്ങളാണ്. ഇന്നലെ റദ്ദാക്കിയത് 11 വിമാനങ്ങളുമാണ്. പ്രധാനപ്പെട്ട എല്ലാ എയർലൈൻസിൻ്റെയും വിമാനങ്ങൾ, എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ അറേബ്യ, ഇത്തിഹാദ്, ഖത്തർ, കുവൈത്ത്, എമിറേറ്റ്സ്, ഇൻഡിഗോ തുടങ്ങിയ എല്ലാ ഫ്ലൈറ്റുകളും തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ പോകുന്നതിൻ്റെ ഒരു കാഴ്ച, ഈ ഇന്റർനാഷണൽ ടെർമിനലൊക്കെ നല്ല തിരക്കുള്ള ടെർമിനലാണ്. പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UK പോകാനുള്ളവരാണെങ്കിലും മറ്റ് വേറെ ഏത് രാജ്യത്തേക്ക് പോകാനാണെങ്കിലും കണക്ഷൻ കിട്ടുന്നത് മിക്കവാറും ഈ ഗൾഫ് കൺട്രീസിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് കൺട്രീസിലേക്ക് ഒരിടത്തേക്കും ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫ്ലൈറ്റുകൾ പോലും ക്യാൻസൽ ആയിട്ടുണ്ട്. അതാണ് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കാണെങ്കിൽ പോലും പറ്റില്ല. ശ്രീലങ്ക, മാലി തുടങ്ങിയ ഫ്ലൈറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ. ആകെ 16 ഫ്ലൈറ്റുകളാണ് ഇന്ന് മാത്രം റദ്ദാക്കിയിരിക്കുന്നത്. രാവിലെ, അതായത് 7 മണിക്ക് ശേഷമുള്ള കണക്കാണിത്. രാവിലെ 12 മണി മുതൽ ഉള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വരാനുള്ളതും ഒപ്പം തന്നെ പോകാനുള്ളതുമായി മൊത്തം 24 ഫ്ലൈറ്റുകളാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ മാത്രം റദ്ദാക്കിയിരിക്കുന്നത്. ഒരുപാട് പേരിവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഉള്ളത്. പോകാനുള്ളതാണോ? വൈഫ് പോകാനുണ്ട്, പോകാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഏത് ഫ്ലൈറ്റിലാണ്? അത് മൊറോക്കോയിലേക്കാണ്. ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ്. ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചെക്കിനായോ? ചെക്കിനായില്ല, ഞങ്ങളുടെ പേര് അവിടെ വന്നു. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് വി ആർ അലൗഡ് ടു ഗെറ്റ് ഇൻസൈഡ് ദ എയർപോർട്ട്. അത്രേ ആയിട്ടുള്ളൂ. ഇനി എപ്പോഴാണ് ഫ്ലൈറ്റ് എന്നൊന്നും അറിയത്തില്ല. 9:15 ആയിരുന്നു പറഞ്ഞത്, ഇപ്പോൾ 9:30 ആയി. സോ ഇന്ന് 15 ഫ്ലൈറ്റ് എടുക്കുന്നാണ് പറഞ്ഞത്. 9:30ക്കാണ് ഇപ്പോഴേ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നത്. സോ അപ്പോൾ ഉച്ചയ്ക്കുള്ളിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നവരാണ് ഇവിടെ. ലോകത്ത് എല്ലായിടത്തും ഏതെല്ലാം തരത്തിലാണ് ഇങ്ങനെ ആളുകളെ ഒരു യുദ്ധം ബാധിക്കുന്നത്. ഇത് വളരെ ഏറ്റവും ഗുരുതരമായ ഒരു തരത്തിലേക്കല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കാക്കേണ്ടതുണ്ട്. ഗൾഫ്